എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 10th മാത്സിലെ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന 9ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 193 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x+2 into x+5 x+a x+b. അതായത് ഇവിടെയും എക്സ് ആണ് ഇവിടെയും എക്സ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും എക്സ് കൊടുത്തു. 2 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ ഇവിടെ ഇതിന് എ കൊടുക്കാം, ഇതിന് ബി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോമായിട്ട് വരിക x+a ഇൻറ്റു x+b. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ബി എക്സ് ബി എ ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ബി ബി എക്സ് എ ഇൻറ്റു എക്സ് എ എക്സ് പ്ലസ് എ ഇൻറ്റു ബി എ ബി എക്സ് സ്ക്വയർ. ഇതിൽ എയും ബിയും ഉണ്ട്. എക്സ് രണ്ടിനും കോമൺ ആണ്, അതുകൊണ്ട് അതിന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി എ ബി. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ ചോദ്യത്തെ മാറ്റി എഴുതണം. x+2 ഇൻറ്റു x+5. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. നമ്മൾ ഈ ഇക്വേഷനാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ എയും ബിയുമായിട്ട് 2ഉം 5ഉം ആണ്. അപ്പോൾ നമ്മൾ എ പ്ലസ് ബിക്ക് പകരം ഇവിടെ 2 + 5 പിന്നെ ഇൻറ്റു എക്സ് എക്സ് കൊടുക്കുക പ്ലസ് 5 ഇൻറ്റു 2 എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ 2 + 5 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 2 + 5 7 7 ഇൻറ്റു എക്സ് 7x 5 2 10. അപ്പോൾ ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് x+2 ഇൻറ്റു x-5 ആണ്. അപ്പോൾ നമ്മൾ ഈ ജനറൽ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതിയാൽ മതി. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പോൾ എക്സ് സ്ക്വയർ ഇവിടെ എയും 2 ബി -5 ആണ് കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് -5 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു -5 എക്സ് സ്ക്വയർ 2 പ്ലസ് -5 എന്ന് പറഞ്ഞാൽ 2 -5 എന്നാണ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം എന്താണോ അതാണ്, സൈൻ ഏതാണോ അതാണ് ആൻസറിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 5 - 2 3 ആണ്. വലിയ സംഖ്യ മൈനസ് ആയതുകൊണ്ട് ഉത്തരത്തിൽ ആൻസറിൽ -3 ഇൻറ്റു എക്സ്. അപ്പോൾ -3x 2 ഇൻറ്റു 5 -5 ആണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിലും എന്ത് വരണം? മൈനസ് വരണം. അപ്പോൾ ഇവിടെ I2 10 -10 എന്ന് എഴുതണം. അപ്പോൾ ആൻസർ എക്സ് സ്ക്വയർ -3x -10. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x-2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇതിന് ഈ ഫോമിലേക്ക് തന്നെ മാറ്റി എഴുതാണ്. എക്സ് സ്ക്വയർ ഇവിടെ എയും ബിയുമായിട്ട് -2 ഉണ്ട് 5 ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ -2 പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് -2 ഇൻറ്റു 5. അപ്പോൾ എക്സ് സ്ക്വയർ 5ൽ നിന്ന് 2 കുറച്ചാൽ 5 - 2. ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറിലും എന്ത് വരണം? പോസിറ്റീവ് ചിഹ്നം വരണം. പ്ലസ് 3x I2 10. ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈനസ് ഉണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസറിലും എന്തുണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ -10 എക്സ് സ്ക്വയർ പ്ലസ് 3x -10. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനാണ് ഇതിലെ x-2 ഇൻറ്റു x-5. അപ്പോൾ എക്സ് സ്ക്വയർ പിന്നെ എയുടെയും ബിയുടെയും സ്ഥാനത്ത് -2 -5 ആണ്. അപ്പോൾ 2 മൈനസ് വരികയാണെങ്കിൽ സംഖ്യയുടെ മുന്നേ വരികയാണെങ്കിൽ അതിനെ കൂട്ടിയിട്ട് അതിനെ ആഡ് ചെയ്ത് മൈനസ് ചിഹ്നം നൽകണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? -7x എന്ന് വരും. പിന്നെ -2 ഇൻറ്റു 5 -5 ആണ്. അതായത് ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും മൈനസ് വരികയാണ്. ആൻസറിൽ ചോദ്യത്തിൽ രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ മൈനസ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ I2 5 2 10 പോസിറ്റീവ് 10 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഇതാ -2 -5 5ഉം 2ഉം 7 നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. -7x I2 10 -5 ഇൻറ്റു -2 പ്ലസ് 10 ആയിട്ട് മാറും. അപ്പോൾ എക്സ് സ്ക്വയർ -7x പ്ലസ് 10. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ
വരുന്നതാണ് പാർട്ട് 3 ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്